ഇന്നത്തെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസിൻ്റെ പ്രോബ്ലംസ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസിനെ കുറിച്ച് പഠിച്ചു. 6 പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിച്ചത്. ആ പ്രോപ്പർട്ടി ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് the value of the determinants remains the same when the rows and columns are interchanged. റോയും കോളവും പരസ്പരം മാറ്റി ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിച്ചിരുന്നാലും ആൻസറിന് വ്യത്യാസം ഇല്ല. എ ട്രാൻസ്പോസിൻ്റെയും എയുടെയും ഡിറ്റർമിനൻ്റ് വാല്യൂ സെയിം ആണ് എന്നാണ് ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ പഠിച്ചത്. സെക്കൻഡ് പ്രോപ്പർട്ടി എന്തായിരുന്നു? ഇഫ് two rows or columns of a determinant are interchanged, then the sign of the determinant changed. 2 റോ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്താലോ 2 കോളം പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്താലോ ഡിറ്റർമിനൻ്റ് വാല്യൂവിൽ ഒരു സൈൻ ചേഞ്ച് ഉണ്ടാവും. മൂന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു. ഒരു ഡിറ്റർമിനൻ്റ് 2 റോയോ 2 കോളമോ ഒരുപോലെ വന്നാൽ ഡിറ്റർമിനൻ്റ് ആൻസർ 0 ആണ്. ഇഫ് two rows or columns of a determinant are identical, then the value of determinant is 0. Then fourth one, if each element of a row or column of a determinant is multiplied by a constant k, then the value of the determinant gets multiplied by k. ഒരു ഡിറ്റർമിനൻ്റ് ഒരു റോയിലോ ഒരു കോളത്തിലോ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വാല്യൂ കണ്ടുപിടിച്ചിരുന്നാൽ ആ ഡിറ്റർമിനൻ്റ് വാല്യൂവിന് കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. ദെൻ ഫിഫ്ത്ത് വൺ, ഇഫ് ടു എനി റോ ഓർ കോളം എ മൾട്ടിപ്പിൾ ഓഫ് അനദർ റോ ഓർ കോളം ഇസ് ആഡഡ്, ദെൻ ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻ്റ് റിമൈൻസ് ദ സെയിം. ഒരു റോയുടെ കൂടെ മറ്റൊരു റോയെ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താലും, അതുപോലെ ഒരു കോളത്തിൻ്റെ കൂടെ മറ്റൊരു കോളത്തിന് ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിരുന്നാലും ഡിറ്റർമിനൻ്റ് വാല്യൂവിന് വ്യത്യാസം ഇല്ല. Then the sixth one, if each element of a row or column is expressed as the sum of 2 or more terms, then the value of the determinant can be expressed as the sum of 2 or more terms. ഏതെങ്കിലും ഒരു റോയോ ഒരു കോളമോ 2 അതിൽ കൂടുതൽ ടേംസിൻ്റെ സമ്മായിട്ട് വന്നാൽ അതിന് അത്രയും ഡിറ്റർമിനൻ്റ് ആക്കി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇത്രയും പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റൈറ്റ് ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻ്റ് 1 not 2 18 36 1 3 4 17 3 6. ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് നമ്മൾ എ എന്ന് പേര് കൊടുത്താൽ, ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിലെ എല്ലാ എലിമെൻസിൽ നിന്നും നമുക്ക് ഏത് കോമൺ എടുക്കാം? 6 കോമൺ എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? 6 ഇൻറ്റു ഒരു, നമ്മൾ പഠിച്ചു ഒരു റോയിലോ ഒരു കോളത്തിലോ ഒരു കോൺസ്റ്റൻറ്റ് കോമൺ ആയിട്ടുണ്ട് എങ്കിൽ അതിനെ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോയിൽ 6 കോമൺ ആണ്. അപ്പോൾ 6 പുറത്തെടുക്കുന്നു. ഇപ്പോൾ ബാക്കി 6 ഇൻറ്റു ഡിറ്റർമിനൻ്റ് 17 3 6 1 3 4 17 3 6 ആണെന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് റോയും ലാസ്റ്റ് റോയും ഈക്വലാണ്. അപ്പോൾ വീണ്ടും നമുക്ക് അവിടെ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻ്റ് അപ്ലൈ ചെയ്യാം. എന്തായിരുന്നു? ഒരു ഡിറ്റർമിനൻ്റിൽ 2 റോയോ 2 കോളമോ ഒരുപോലെ വന്നാൽ ആ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് 6 ഇൻറ്റു 0 ആണെന്ന് കിട്ടും. കാരണം R1ഉം R3യും ഐഡൻറ്റിക്കലാണ്. അപ്പോൾ ഇവിടെ 2 പ്രോപ്പർട്ടിയായി ഈ പ്രോബ്ലത്തിൽ നമ്മൾ അപ്ലൈ ചെയ്ത്. ഒന്നെന്ന് പറയുന്നത് ഒരു റോയിൽ കോമൺ ആയിട്ടൊരു എലമെൻ്റ് ഉണ്ട് എങ്കിൽ അതിനെ നമുക്ക് ആ റോയിൽ നിന്ന് പുറത്തെടുക്കാം. രണ്ടാമത് ഏത് പ്രോപ്പർട്ടി ആയിരുന്നു? ഒരു ഡിറ്റർമിനൻ്റിൽ 2 റോ ഒരുപോലെ വന്നാൽ ആ ഡിറ്റർമിനൻ്റ് ആൻസർ 0 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, what is the value of determinant 4ab plus c 4bc plus a 4ca plus b. അപ്പോൾ ഇനി നമ്മളൊരു പേര് കൊടുക്കുന്നു ഡെൽറ്റ. ഇനി നമ്മൾ 2 രീതിയിൽ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ആദ്യം നമുക്ക് ഫസ്റ്റ് റോയിന് വേണേൽ കോമൺ എടുത്തിട്ട് എഴുതാം. ഇല്ലയെന്നുണ്ടെങ്കിൽ C1ഉം
C2-ഉം C3-യും കൂടെ നമ്മൾ ആഡ് ചെയ്താൽ ആ C2-ലെ എല്ലാ എലമെൻസും ഒരുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയേ, C2 ഗീസ് C2 പ്ലസ് C3. അപ്പോൾ നമ്മൾ പഠിച്ചു, ഒരു റോയുടെയോ ഒരു കോളത്തിൻ്റെയോ കൂടെ മറ്റൊരു റോയോ കോളമോ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ വാല്യൂവിന് വ്യത്യാസം ഇല്ല. ആ പ്രോപ്പർട്ടി അവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ C2-വിനെ മാറ്റി നമ്മൾ എങ്ങനെ എഴുതുന്നു? C2 പ്ലസ് C3. അപ്പോൾ മറ്റു രണ്ട് കോളത്തിനും അവിടെ വ്യത്യാസം വരുന്നില്ല. അന്നേരം നമുക്ക് ഏതാ കിട്ടുക? 4A പ്ലസ് B പ്ലസ് C B പ്ലസ് C, 4A പ്ലസ് B പ്ലസ് C C പ്ലസ് A, 4A പ്ലസ് B പ്ലസ് C A പ്ലസ് B. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് കോളത്തിൽ 4 കോമൺ ഉണ്ട്, സെക്കൻഡ് കോളത്തിൽ A പ്ലസ് B പ്ലസ് C കോമൺ ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും ഇവിടെ ഒരുമിച്ച് പുറത്തെടുക്കാം. ഫസ്റ്റ് കോളത്തിൽ നിന്ന് ഏതെടുക്കാം? 4 എടുക്കാം. സെക്കൻഡ് കോളത്തിൽ നിന്ന് A പ്ലസ് B പ്ലസ് സിയും കോമൺ എടുക്കാം. എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക 4 ഇൻറ്റു A പ്ലസ് B പ്ലസ് C ഇൻറ്റു ഫസ്റ്റ് കോളം മൊത്തം 1 വരിക. അതുപോലെ സെക്കൻഡ് കോളം 1, തേർഡ് കോളത്തിന് അവിടെ വ്യത്യാസം വരുന്നില്ല. ഇനി നമ്മൾ നോക്കുമ്പോൾ C1-ഉം C2-ഉം ഐഡൻറ്റിക്കലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിറ്റർമിനൻറ്റിൽ രണ്ട് കോളം ഒരുപോലെ വന്നാൽ ആ ഡിറ്റർമിനൻ്റ് ആൻസർ 0. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഇൻറ്റു A പ്ലസ് B പ്ലസ് C ഇൻറ്റു 0 എന്ന് കിട്ടും. ആൻസർ 0 ആണെന്ന് കിട്ടും. Then third one, write the value of determinant A minus B, B minus C, C minus A, B minus C, C minus A minus B, C minus A minus B, B minus C. അപ്പോൾ ഇനി നമ്മളൊരു പേര് കൊടുക്കുന്നു, ഡെൽറ്റ. ഇനി R1-നെ മാറ്റി R1 പ്ലസ് R2 പ്ലസ് R3. നമ്മൾ R1-നെ എങ്ങനെ മാറ്റുന്നു? R1 പ്ലസ് R2 പ്ലസ് R3. അപ്പോൾ നോക്കിക്കേ, A മൈനസ് B പ്ലസ് B മൈനസ് C പ്ലസ് C മൈനസ് A. എല്ലാ ടേമും ഇവിടെ ക്യാൻസലായി പോകും. അന്നേരം നമുക്കവിടെ 0. അതുപോലെ രണ്ടാമത്തെ എലമെൻറ്റ് B മൈനസ് C പ്ലസ് C മൈനസ് A പ്ലസ് A മൈനസ് B. അവിടെയും ക്യാൻസലായി നമുക്ക് 0 കിട്ടും. അതുപോലെ തന്നെ തേർഡ് എലമെൻറ്റ്. അപ്പോൾ ഇനി നമുക്കറിയാം, ഒരു ഡിറ്റർമിനൻറ്റിൽ ഒരു റോ മൊത്തം ഇവിടെ 0 ആണ്. അപ്പോൾ ഫസ്റ്റ് റോ വെച്ച് നമ്മളിത് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ എല്ലാ ടേംസും എന്തായി പോവും? 0. അപ്പോൾ ഒരു റോയോ ഒരു കോളമോ ഫുൾ 0 വന്നാൽ ആ ഡിറ്റർമിനൻ്റെ വാല്യൂ 0 ആണ്. Then fourth one, using properties of determinant, prove that determinant 1 plus A 1 1 1 1 plus B 1 1 1 1 plus C equal to ABC plus BC plus CA plus AB. ഇത് മറ്റൊരു തരത്തിൽ ഞാൻ ചോദിക്കാറുണ്ട്. ABC ഇൻറ്റു 1 ബൈ A പ്ലസ് 1 ബൈ B പ്ലസ് 1 ബൈ C. അങ്ങനെയും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ LHS എടുക്കുന്നു. ഇനി ഒന്നാമത്തെ റോയെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, രണ്ടാമത്തെ റോയെ B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മൂന്നാമത്തെ റോയെ C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഡിറ്റർമിൻ്റെ വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പുറത്ത് A കൊണ്ട് ഡിവൈഡ് ചെയ്യും, 1 ബൈ A കൊണ്ട് മൾട്ടിപ്ലൈ. അതുപോലെ ഉള്ളിൽ B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പുറത്ത് 1 ബൈ B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഉള്ളിൽ C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പുറത്ത് 1 ബൈ C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അന്നേരം നമുക്കിവിടെ എന്താ കിട്ടുക? ABC ഇൻറ്റു 1 ബൈ A പ്ലസ് 1. അതുപോലെ 1 ബൈ A 1 ബൈ A. R1-നെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? A. അന്നേരം 1-നെ A കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ബൈ A കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. സെക്കൻഡ് ടേമിൽ 1 ആണ്. അപ്പോൾ 1 ബൈ A, തേർഡ് 1 ബൈ A. അതുപോലെ R2-നെ നമ്മൾ B കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അന്നേരം ഏതാ കിട്ടുക? 1 ബൈ B 1 ബൈ B പ്ലസ് 1 ബൈ B. R3-യെ C കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 1 ബൈ C 1 ബൈ C 1 ബൈ C പ്ലസ് 1. അപ്പോൾ ഈ ഉള്ളിൽ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ പുറത്ത് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ. ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പുറത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അതാണ് കാരണം ഒരു റോയിൽ നിന്ന് ഒരു കോൺസ്റ്റൻ്റാണ് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ ഇനി നമുക്കിവിടെ ആ ഫസ്റ്റ് കോളം ഓക്കെ 1 ബൈ A പ്ലസ് 1 1 ബൈ B 1 ബൈ C. അതേ എലമെൻറ്റ്സ് തന്നെയാണ് ഓർഡർ മാറി എവിടെയുള്ളത്?
സെക്കൻഡ് കോളത്തിൽ 1/a ഉണ്ട്, 1/b ഉണ്ട്, 1 ഉണ്ട്, 1/c ഉണ്ട്. അതേ എലമെൻറ്റ്സ് എവിടെയുണ്ട്? തേർഡിലുണ്ട്. അപ്പോൾ നമ്മളിവിടെ R1 + R2 + R3 കാണുവാണെങ്കിൽ എല്ലാ എലമെൻറ്റ്സും അവിടെ സെയിം ആയിരിക്കും. അപ്പോൾ അത് അടുത്ത് നമ്മൾ ചെയ്യുന്ന R1നെ മാറ്റി എന്ത് ചെയ്യുന്നു? R1 + R2 + R3. അന്നേരം നമുക്ക് എന്ത് കിട്ടും? 1 + 1/a + 1/b + 1/c. അടുത്ത് വരുമ്പോൾ 1/a + 1/b + 1/c + 1. അടുത്ത 1/a + 1/b + 1/c + 1. സെക്കൻഡ് റോയ്ക്കും തേർഡ് റോയ്ക്കും അവിടെ വ്യത്യാസം വരുന്നില്ല. ഇനി ഫസ്റ്റ് റോയിൽ എല്ലാ എലമെൻറ്റും കോമൺ ആണ്, അതിനെ പുറത്തെടുക്കുന്നു. 1 + 1/a + 1/b + 1/c ആണ് നമുക്ക് ഫസ്റ്റ് റോയിൽ ഉള്ളത്. കോമൺ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ബാക്കി നോക്കിയേ 1 1 1. സെക്കൻഡ് റോയ്ക്കും തേർഡ് റോയ്ക്കും അവിടെ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് റോയിലെ എല്ലാ എലമെൻറ്റ്സും 1 നമുക്കിവിടെയുള്ളത്. അപ്പോൾ അതിന് C2വിനെ മാറ്റി C2 - C1 എന്നും C3യെ മാറ്റി C3 - C1 എന്നും കൊടുക്കുന്നു. അപ്പോൾ ആ എലമെൻറ്റ്സ് എന്തായിപ്പോവും? 0 ആയിപ്പോവും. അപ്പോൾ നമുക്ക് ബാക്കി എന്താ കിട്ടുക? ABC ഇൻറ്റു ബാക്കി നമ്മളിവിടെ കോമൺ എടുത്ത് ചെയ്താ 1/a + 1/b + 1/c. അത് നമ്മൾ ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ABC + BC + CA + AB ആണെന്ന് കിട്ടും. ദെൻ 1 0 0, 1/b 1 0, 1/c 0 1. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. അന്നേരം എന്ത് വരും? ABC + BC + CA + AB ഇൻറ്റു 1 ഇൻറ്റു 1 - 0. ബാക്കി ടേംസ് രണ്ടും അവിടെ 0 ആയിപ്പോവും. അന്നേരം നമുക്ക് ABC + BC + CA + AB ആണെന്ന് കിട്ടും. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രോപ്പർട്ടീസ് വെച്ച് നമ്മളത് സിംപ്ലിഫൈ ചെയ്യും. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ. Using properties of determinants, prove that determinant 1a a cube, 1b b cube, 1c c cube equal to a minus b, b minus c into c minus a into a plus b plus c. അപ്പോൾ ആദ്യം എൻ്റെ LHS നമ്മൾ എടുക്കുന്നു. 1a a cube, 1b b cube, 1c c cube. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് കോളത്തിൽ എല്ലാ എലമെൻറ്റും 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? R2 - R1 കാണുമ്പോൾ R2ലെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആവും. അതുപോലെ R3 - R1 കാണുമ്പോൾ R3ലെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോളം വെച്ചെടുത്താൽ എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാനാവും. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. R2വിനെ മാറ്റി R2 - R1. അപ്പോൾ എന്താ കിട്ടുക? ഫസ്റ്റ് റോയ്ക്ക് വ്യത്യാസം വരുന്നില്ല. 1a a cube. സെക്കൻഡ് റോ 1 - 1 0. ദെൻ b - a. അടുത്തേതാ? b cube - a cube. അതുപോലെ R3 - R1 എന്ത് വരും? 1 - 1 0, c - a, c cube - a cube. ഇനി നമ്മൾ ആ b cube - a ക്യൂബും c cube - a ക്യൂബിനെയും നമ്മൾ എക്സ്പാൻഡ് ചെയ്യും, ഫാക്ടറൈസ് ചെയ്യും. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1a a cube 0 b minus a x cube minus y cube എന്ന് പറഞ്ഞാൽ x minus y into x square plus y square plus xy ആണ്. അപ്പോൾ b cube minus a ക്യൂബിന് b minus a into b square plus a square plus ab. അതുപോലെ c cube minus a ക്യൂബിന് c minus a into c square plus a square plus ac. അപ്പോൾ വീണ്ടും നമ്മൾ ചെയ്യുവാണെങ്കിൽ സെക്കൻഡ് റോയിൽ നിന്ന് നമുക്ക് b മൈനസ് എ പുറത്തെടുക്കാം. തേർഡ് റോയിൽ നിന്ന് c മൈനസ് എ പുറത്തെടുക്കാം. അന്നേരം എന്താ കിട്ടുന്നത് നോക്കി? b മൈനസ് എ ഇൻറ്റു c മൈനസ് എ ഇൻറ്റു 1a a സ്ക്വയർ. സെക്കൻഡ് റോയിൽ നമ്മൾ ഏതാ കോമൺ എടുത്തത്? b മൈനസ് എ. അന്നേരം അവിടെ ബാക്കി 0 1 b സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ ബി. അതുപോലെ തേർഡ് റോയിൽ നിന്ന് c മൈനസ് എ പുറത്തെടുക്കുന്നു. അന്നേരം ബാക്കി കിട്ടുക 0 1 c സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സി. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് കോളം വെച്ചതിന് എക്സ്പാൻഡ് ചെയ്യുന്നു. ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ എന്താ കിട്ടുക? പുറത്ത് b മൈനസ് എയും c മൈനസ് എയും ഉണ്ട് ഇൻറ്റു 1 ഇൻറ്റു c
സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സി മൈനസ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ ബി. അത് മൈനസ് നമ്മൾ ആദ്യം ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് എ സി മൈനസ് എ ബി. ബാക്കി ക്യാൻസലായി പോവും. ആ സി സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് സി മൈനസ് ബി ഇൻറ്റു സി പ്ലസ് ബി എന്ന് എഴുതാം. എ അപ്പുറത്ത് കോമൺ എടുക്കാം. എ ഇൻറ്റു സി മൈനസ് ബി. ആ രണ്ട് ടേമിൽ അന്നേരം സി മൈനസ് ബി കോമൺ ഉണ്ട്, അതിനെ പുറത്തെടുക്കുന്നു. അന്നേരം ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു സി മൈനസ് ബി ഇൻറ്റു സി പ്ലസ് ബി പ്ലസ് എ. ഇനി ആ ബി മൈനസ് എ നമ്മൾ എങ്ങനെ എഴുതുന്നു? എ മൈനസ് ബി, അന്നേരം പുറത്തൊരു മൈനസ്. അതുപോലെ ആ സി മൈനസ് ബിയെ തിരിച്ച് ബി മൈനസ് സി എന്ന് എഴുതുന്നു. അപ്പോൾ രണ്ട് മൈനസും കൂടെ അവിടെ എന്തായിക്കോളും? പ്ലസ് ആയിക്കോളും. ബാക്കി നമുക്ക് എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ആണെന്ന് കിട്ടും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. നമ്മളിവിടെ 5 പ്രോബ്ലം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് നല്ലതുപോലെ പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എൻ്റെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. താങ്ക് യു.